നമസ്കാരം. ഫേസ്ബുക്കിൽ 1.5 കോടിയിലേറെയും ഇൻസ്റ്റഗ്രാമിൽ 63 ലക്ഷത്തോളവും ഫോളോവേഴ്സുള്ള ഗായികയാണ് മൈഥിലി ഠാക്കൂർ. ബീഹാറിലെ നാടൻ പാട്ടുകളിലൂടെയും ഭജനകളിലൂടെയും പ്രശസ്തയായ മൈഥിലി തന്റെ കന്നി രാഷ്ട്രീയ പോരാട്ടത്തിനായി മൈക്ക് കയ്യിലെടുത്തപ്പോഴും പിഴച്ചില്ല. അലിനഗർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ലൈക്ക് ലഭിച്ചതോടെ 25-കാരിയായ മൈഥിലി ഠാക്കൂർ ഇനി നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി മാറുകയാണ്. ചെറുപ്രായത്തിലെ ഗായിക എന്ന നിലയിൽ നേടിയ സ്വീകാര്യത പോകുന്നിടത്തെല്ലാം മൈഥിലിക്ക് ലഭിച്ചിരുന്നു. ബീഹാറിലെ അലിനഗറിൽ നിന്ന് ഇത്തവണ ജനവിധി തേടിയ മൈഥിലി ഠാക്കൂർ 8000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ജയം ഉറപ്പിച്ചത്. RJDയുടെ വിനോദ് മിശ്രയ്ക്കെതിരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ നിയമസഭയിലേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് മൈഥിലി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് നിയോഗിച്ച സ്ഥാനാർത്ഥി എന്നതായിരുന്നു മൈഥിലിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ വിശേഷണം. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പാണ് അവർക്ക് BJP അംഗത്വം നൽകിയത്. ഇൻസ്റ്റഗ്രാമിൽ 63 ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള മൈഥിലിയെ അലിനഗറിലെ ജനങ്ങൾ പിന്തുടരുമെന്ന BJPയുടെ കണക്കൂട്ടൽ തെറ്റിയില്ല. കഴിഞ്ഞ തവണ സീറ്റ് വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് നൽകി പരോക്ഷ ജയം നേടിയ BJP ആദ്യമായിട്ടാണ് മണ്ഡലത്തിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. ബ്രാഹ്മണ മുസ്ലിം വോട്ടുകൾ ബലാബലമുള്ള മണ്ഡലത്തിൽ കളമറിഞ്ഞാണ് മൈഥിലി സംസാരിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ആകർഷയായിട്ടാണ് ജനസേവനത്തിന് താൻ ഇറങ്ങിയതെന്നാണ് മൈഥിലിയുടെ ഉത്തരം. 2024 മൈഥിലിയുടെ പാട്ടുകളെ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പ്രശംസിച്ചിരുന്നു. മിഥിലാഞ്ചൽ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാനും യുവ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള BJPയുടെ തന്ത്രപരമായ നീക്കമാണ് അലിനഗറിൽ വിജയം കണ്ടത്. ജയിച്ചാൽ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ശരിയാക്കി കളയുമെന്ന വാഗ്ദാനമില്ല. പകരം അലിനഗറിനെ സീതാനഗർ എന്ന പേര് മാറ്റുമെന്നായിരുന്നു പ്രഖ്യാപനം. അത് കേൾക്കെ ഹർ ഹർ മഹാദേവ് എന്ന് ഒപ്പമുള്ളവർ ആർപ്പ് വിളിച്ചു. ബീഹാറിലെ ജനങ്ങളെ സേവിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് റാലികളിൽ മൈഥിലി പറഞ്ഞിരുന്നത്. എന്നാൽ അതിനിടയിൽ അവർ വിവാദങ്ങളിലും അകപ്പെട്ടു. ബഹുമാനത്തോടെ കൊണ്ടു നടക്കേണ്ട പാഗ് എന്ന തലപ്പാവിൽ വെച്ച് മഖാന കഴിക്കുന്ന വീഡിയോയാണ് പണി പറ്റിച്ചത്. ഒടുവിൽ മൈഥിലിക്ക് ഈ വിഷയത്തിൽ മാപ്പ് പറയേണ്ടി വന്നു. ഈ മണ്ഡലത്തിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് BJPക്ക് ഒരു MLA വരുന്നത്. ആ ചരിത്രവും മൈഥിലിയുടെ പേരിൽ കുറിക്കപ്പെടുകയാണ്. ഇതിനു മുമ്പ് തേജസ്വി യാദവും തൗസീഫ് ആലവുമായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ MLA-മാരെന്ന വിശേഷണം പങ്കുവച്ചിരുന്നത്. 2015 രാഘ്പൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ 26 വയസ്സായിരുന്നു തേജസ്വിയുടെ പ്രായം. ഇതേ പ്രായത്തിൽ 2005 സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചാണ് തൗസീഫ് വിജയിച്ചത്. 2008 അലിനഗർ നിയമസഭാ മണ്ഡലം രൂപീകരിച്ചത്. 2010 നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2015 വിജയിച്ചത് RJDയുടെ അബ്ദുൾ ബാരി സിദ്ദിഖിയാണ്. 2020 വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ മിശ്രിലാൽ യാദവ് നേടിയ അട്ടിമറി വിജയം RJDയെ ഞെട്ടിച്ചു. മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ RJD തുടരുന്നതിനിടയിലാണ് മൈഥിലി ഠാക്കൂറിനെ ഇറക്കി BJPയുടെ അപ്രതീക്ഷിത നീക്കം. ഹിന്ദുസ്ഥാനി സംഗീതത്തിലൂടെ സാമൂഹ്യ മാധ്യമം കീഴടക്കിയ ബീഹാറി ഗായിക കുഞ്ഞനുജന്മാർക്കൊപ്പം ഹാർമോണിയം വായിച്ച് ആത്മാവിന്റെ ആഴങ്ങളെ തൊട്ട് മൈഥിലി പാടിയ പാട്ടുകളൊക്കെ ആസ്വാദകർക്ക് മധുരിതമാണ്. ഹിന്ദി TV ചാനലായ കളേഴ്സ് TV 2017 നടത്തിയ റൈസിംഗ് സ്റ്റാർ റിയാലിറ്റി ഷോയിലെ റണ്ണറപ്പായിട്ടാണ് മൈഥിലിയെ ലോകം അറിഞ്ഞു തുടങ്ങിയത്. 3-ാം വയസ്സിൽ മുത്തച്ഛനിൽ നിന്നാണ് ബീഹാറിന്റെ തനത് നാടോടി ഗാനങ്ങൾ അഭ്യസിച്ചു തുടങ്ങിയത്. സംഗീത അധ്യാപകനായ അച്ഛൻ രമേശ് ഠാക്കൂർ വേണ്ട പിന്തുണ നൽകി ഒപ്പം നിന്നു. ബീഹാറിലെ തന്നെ പ്രാദേശിക ഭാഷകളായ ഭോജ്പൂരി, മഗാഹി എന്നീ ഭാഷകളിലുള്ള ഗാനങ്ങളാണ് മൈഥിലി ആദ്യകാലങ്ങളിൽ പാടി തുടങ്ങിയത്. ആയിൽ ജില്ലയിലെ മിഥിലയാണ് മൈഥിലിയുടെ സ്വദേശം. ബെനിപ്പറ്റിയിലാണ് മൈഥിലി ജനിച്ചത്. സംഗീത അധ്യാപകനായ രമേശ് ഠാക്കൂറാണ് പിതാവ്. അമ്മ ഭാരതി ഠാക്കൂർ. കുട്ടിക്കാലം തൊട്ട് തന്നെ അച്ഛന് കീഴിൽ സംഗീതം പഠിക്കാൻ തുടങ്ങി. നാടൻ പാട്ടിനൊപ്പം ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കും മൈഥിലി പഠിച്ചു. 10ാം ക്ലാസ് മുതൽ സംഗീത പരിപാടികൾ അവതരിപ്പിക്കാനും തുടങ്ങി. പിന്നീട് കുടുംബം ഡൽഹിയിലെ ദ്വാരകയിലേക്ക് താമസം മാറി. മൈഥിലിക്ക് സംഗീതത്തിൽ കൂടുതൽ സാധ്യതകൾ തുറന്നു കിട്ടാനായിരുന്നു ഈ നീക്കം. ഇതിനൊപ്പം തബലയും ഹാർമോണിയവും മൈഥിലി പഠിച്ചെടുത്തു. ഹിന്ദി മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തതോടെ ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു. ലിറ്റിൽ ചാമ്പ്സിലും ഇന്ത്യൻ ഐഡൽ ജൂനിയറിലും മൈഥിലി തന്റെ സാന്നിധ്യം അറിയിച്ചു. റൈസിംഗ് സ്റ്റാർ എന്ന ഷോയിലെ ആദ്യ ഫൈനലിസ്റ്റുമായി. മൈഥിലിക്കൊപ്പം സംഗീതത്തിന്റെ അതേ പാതയിലൂടെ തന്നെയായിരുന്നു സഹോദരങ്ങളായ ഋഷഭും അയാച്ചിയും സഞ്ചരിച്ചത്. മൂവരും ഇന്ത്യയിലും വിദേശത്തും ഉൾപ്പെടെ ഒട്ടേറെ വേദികളിൽ പരിപാടികൾ അവതരിപ്പിച്ചു. ഇതിനൊപ്പം യൂട്യൂബിലും ഫേസ്ബുക്കിലും സജീവമാവുകയും ചെയ്തു.